ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ കോഴിക്കല്ല് മൂടൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. അമ്മേ ശരണം, ദേവി ശരണം എന്ന മന്ത്രധ്വനിയോടെ മീനമാസത്തിലെ തിരുവോണ നാളിൽ ആയിരങ്ങളുടെ അകമ്പടിയോടെയാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കുന്നത്. ഈ വർഷത്തെ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് മാർച്ച് 15-നാണ്. ഭരണിയോട് അനുബന്ധിച്ചുള്ള കോഴിക്കല്ല് മൂടൽ ആചാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. ക്ഷേത്രത്തിലെ ഏത് ആഘോഷങ്ങൾക്കും മഹോത്സവത്തിനും ചടങ്ങുകൾ നടത്തുമ്പോഴും അമ്മയുടെ പ്രതിനിധിയായ തമ്പുരാനെ കണ്ട് മുൻകൂട്ടി അനുമതി വാങ്ങണം. കോഴിക്കല്ല് മൂടാനുള്ള അവകാശികൾ ഭഗവതി വീട്, തച്ചോളി വീട് എന്നീ തറവാടുകളാണ്. ഇവർ തലേദിവസം തന്നെ തമ്പുരാനെ കണ്ട് അനുമതി വാങ്ങും. കോഴിക്കല്ല് മൂടുന്ന അന്ന് ഭഗവതി വീട്ടുകാർ കോഴിക്കല്ല് പുറത്തെടുത്ത് 2 കുഴികുത്തി ആ കല്ല് അതിലിട്ട് ഒരാളിന്റെ വലിപ്പത്തിൽ മൺകൂണയുണ്ടാക്കി അതിനു മുകളിൽ വലിയ ചുവന്ന പട്ടു വിരിക്കും. തച്ചോളി വീട്ടുകാർ 2 പൂവൻ കോഴിയെ ശുദ്ധമാക്കിയതിനു ശേഷം ക്ഷേത്രത്തിനകത്ത് പൂജിക്കുവാൻ കൊടുക്കും. പൂജിച്ച കോഴിയെയാണ് കോഴിക്കല്ലിൽ സമർപ്പിക്കുന്നത്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ ഉച്ചപൂജ 10 മണി മുതൽ 11 മണി കഴിയും. അതിനുശേഷമാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കുന്നത്. തച്ചോളി വീടിന്റെ കോഴി ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിക്കും. എന്നിട്ട് കോഴി ഹാജരുണ്ടെന്ന് പറഞ്ഞ് തച്ചോളി വീട്ടുകാർ പൂജിച്ച കോഴിയെ സമർപ്പിക്കുന്നു. അതിനുശേഷം മാത്രമാണ് മറ്റു ഭക്തർക്ക് പട്ടുവിരിക്കുവാനും സ്വന്തം കോഴിയെ സമർപ്പിക്കുവാനുമുള്ള അനുവാദം ലഭിക്കുന്നത്. കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ അമ്മയുടെ തിരുനടയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്മയെ സ്തുതിച്ചുകൊണ്ടുള്ള ഭരണിപ്പാട്ട് പാടുന്നു. ഇതോടെ ചരിത്രപ്രസിദ്ധമായ ഭരണിക്ക് തുടക്കമാകുന്നു.